ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒബ്വിയസ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ സൈനിങ് ആയ ബെഞ്ചമിൻ ഷെഷ്കോനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, വെൻ യു ആർ ബിഗ് യു ആർ ബിഗ്. ഭയങ്കര സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ സെസ്കോ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ ആവുമെന്ന് അറിയില്ല. 22 ഇയേഴ്സ് 23 ഇയേഴ്സ് ഓഫ് ഏജേ ഉള്ളൂ. അപ്പോൾ അത് ഹോയ്ലൻഡിനെയും ജുർക്സിനെയൊക്കെ വാങ്ങിയ പോലെ ആയിരിക്കാം. അതൊക്കെ ഇപ്പോഴും ഞാൻ അതിൽ സ്റ്റാൻഡ് ബൈ, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സ്റ്റിൽ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് UCL ഫുട്ബോൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ്സ് ഒക്കെ വേറെ ആളുടെ അടുത്ത് പോവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദ നെയിം ഈസ് ഇനഫ് എന്ന് പറയുന്നത് പോലെ ന്യൂകാസിലിൻ്റെ 2 ടോപ്പ് ടാർഗറ്റ്സിനെ നമ്മൾ ഹൈജാക്ക് ചെയ്തു. അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്കോ ഒന്നും ഒരിക്കലും കാശിന് വേണ്ടി പോയ ഒരു പ്ലെയർ അല്ല. കാശായിരുന്നു ആവശ്യമെങ്കിൽ ന്യൂകാസിലായിരുന്നു ലീപ്സിഗിനായിക്കോട്ടെ സെസ്കോയ്ക്കായിക്കോട്ടെ ഏറ്റവും നല്ല ഓഫേഴ്സ് വെച്ചത്. സോ സന്തോഷമുണ്ട്. കാര്യം പുള്ളി, എനിക്ക് തോന്നുന്നു പുള്ളി വേജ് കട്ട്, പുള്ളിയുടെ വേജ് ഡിമാൻഡ്സ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്, വിച്ച് ഈസ് വെരി ഗുഡ് ഫോർ എ ക്ലബ്. നമ്മുടെ എന്താ പറയുക, നമുക്ക് വേണ്ട ടാർഗറ്റ്സിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിക്കാവില്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ സ്ലാട്ടാനെ എന്താ പറയുക ഐഡലാക്കിക്കൊണ്ടുള്ള ബെഞ്ചമിൻ സെസ്കോ സ്ലൊവേനിയൻ ഇൻ്റർനാഷണലാണ്. നമ്മുടെ എന്താ പറയുക, ഞാൻ പലയിടത്തും വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എംബോമോ കുഞ്ഞിനെ നമ്മൾ മേടിച്ചു, അത് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് വി ക്യാൻ ടേക്ക് എ ചാൻസ് ഓൺ സെസ്കോ എന്ന് ഞാൻ എവിടെയോ ആരോ പറയുന്നത് കേട്ടു, വിച്ച് ഈസ് ഓക്കെ. രണ്ടുപേര് മാത്രമല്ല എന്ന് വെച്ചാൽ ഇസാക്കിനെ സലേനെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രീമിയർ ലീഗിൽ ഏറ്റവും 2 നല്ല ഫോർവേഡ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ 15th പൊസിഷൻ ഫിനിഷ് ചെയ്തിട്ട് പോലും UCL ക്വാളിഫിക്കേഷൻ ഇല്ലാതെ. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ UCL ക്വാളിഫിക്കേഷൻ ഇല്ലാതെയും നമ്മുടെ ടീമിൽ വരുന്നത് നമ്മുടെ ബാഡ്ജിന് വേണ്ടി കളിക്കാനാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. അപ്പം ഞാൻ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ പഠിക്കുമായിരുന്നു. കാര്യം ഇനിയിപ്പോൾ എന്നും പറയേണ്ട പേരാണല്ലോ. അപ്പം പ്രൊണൗൺസിയേഷൻ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസിൻ്റെ മേലെ 2 ആരോ ഉള്ളതുകൊണ്ട് അതിനെ ഷെഷ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആറാട്ടണനൊക്കെ എനിക്കൊന്ന് പുള്ളി സ്ലൊവേനിയൻ പ്രൊണൗൺസിയേഷനൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഷെഷയാണ് എന്നൊക്കെ പറയുന്ന പോലെ. ശരിക്കും ബെന്യാമിൻ ഷെഷ്കോ, ഷെഷ്കോ ആണ് എന്ന് പറയുന്ന പോലെ ബെന്യാമിൻ ഷെഷ്കോ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഷെഷ്കോ എന്ന് പറയാം. വെരി വെരി ഹാപ്പി. അതിൽ ഞാൻ വേജ് സ്ട്രക്ചേഴ്സ് നോക്കുമായിരുന്നു. ഇനിയോസിനെ കുറേ പേര് കുറ്റം പറഞ്ഞ് നടന്നിരുന്നു എംബോമയുടെ സമയത്തും, നമ്മുടെ ക്ലബ്ബിലെ ആൾക്കാരെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിലും സി ഹൗ വി ആർ നെഗോഷിയേറ്റിംഗ്. അതായത് ന്യൂകാസിൽ ഒരു 90 മില്യൻ്റെ വരെ പ്രപ്പോസൽ വെച്ചൊരു പ്ലെയറിനെ നമുക്ക് എന്താ പറയുക 75 മില്യൺ + 10 ആഡ് ഓൺസ് കിട്ടുന്നതെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചില മീഡിയസൊക്കെ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫേഴ്സ് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെയൊക്കെ 70 മില്യൺ + 5 മില്യൺ ആഡ് ഓൺ എന്നൊക്കെ പറയുമെങ്കിലും യുണൈറ്റഡ് വരുമ്പോഴത്തേക്കും 75 മില്യൺ ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് എന്ന് പറയും. ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി ഒരു ഇത്രയും പേ ചെയ്യുന്നുള്ളതെന്നുള്ളത്. ആഡ് ഓൺസ് എന്ന് പറയുന്നത് പിന്നീട് കൊടുക്കേണ്ട ആവശ്യങ്ങൾ, അതായത് ചില ക്രൈറ്റീരിയാസ് ടിക്കായി കഴിയുമ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ആഡ് ഓൺസ്. അപ്പോൾ അതൊക്കെ മീഡിയയുടെ പാർട്ടാണ്. പക്ഷേ നമ്മൾ ചിലർ വീണ്ടും എന്ന് പറയും നമ്മൾ ഓവർ പേ ചെയ്തൊന്നും ഒരിക്കലും ഇല്ല. ഇപ്പം ഷെസ്കോവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യത്തിൽ ആശ്വാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണലിൻ്റെ സ്കൗട്ടിംഗ് ഒന്നും മോശമല്ല. ആഴ്സണൽ സൈൻ ചെയ്യാൻ നോക്കി നിന്നവരാണ്. എന്നിട്ട് അവൻ്റെ ഏജൻറ്റിനെ പറ്റി അത്ര നല്ല ഇതല്ല. അയാൾ ഒരു ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പതുക്കെ അവർ വിട്ടിട്ട് ഗോക്കറസിൻ്റെ പുറകെ പോയതാണ്. അപ്പോൾ ഇവിടെയും ന്യൂകാസിലും യുണൈറ്റഡും ഒക്കെ വന്നിട്ടും ഡബിൾ ഗെയിം കളിക്കാൻ നോക്കിയിട്ടും നമ്മൾ കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്തു. അതൊക്കെ എനിക്ക് തോന്നുന്നു നെഗോസിയേഷൻ നല്ല സ്പോർട്ടിംഗ് ടീമിൻ്റെയും നെഗോസിയേഷൻസ് അത്ര നന്നായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ ആർക്കും ഓവർ പേ ചെയ്തൊന്നും പറയില്ല. എംബോമ ആയിക്കോട്ടെ കുഞ്ഞ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ മാർക്കറ്റ് ഇങ്ങനെയാണ്. മാത്രമല്ല ഇപ്പോൾ ഡൊണ്ണറൂമേൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഡൊണ്ണറൂമ വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നെങ്കിലും എനിക്ക് എപ്പോഴും ഡൗട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേജ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. നമ്മുടെ 200K പെർ വീക്ക് പൗണ്ട്സ് മേടിക്കുന്നവർ കുറവാണ്, കൂടുതലാണ്. എന്താ പറയുക 200K പെർ വീക്ക് 200K പെർ വീക്കാണ് നമ്മുടെ സ്ലാബാക്കി നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് മേലെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്ഡൻ സാൻജോ, മേസൺ മൗണ്ട് 250K പെർ വീക്ക് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് കസമീറോ ആണ്, 350K പെർ വീക്ക്. അതുപോലെ തന്നെ ബ്രൂണോയ്ക്കാണ് 300K പെർ വീക്ക് ഉള്ളത്. അതിൽ എന്തുകൊണ്ട് ഈ സ്ലാബ് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു പ്ലെയറിനെയോ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്ലെയറിനെയോ ഒക്കെ നിങ്ങളിപ്പം ഒരു നല്ല സാലറി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേറെ പ്ലേയേഴ്സിന് തോന്നുന്നു ഇവനേക്കാളും ഞാൻ കളിക്കുന്നുണ്ടല്ലോ, എന്നാൽ എനിക്ക് എന്താ കുറച്ചുകൂടെ കൂടുതൽ സാലറി ചോദിച്ചുകൂടാത്തതെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ബ്ലോട്ടഡപ്പ് ആവും. അത് കണ്ടിട്ട് വേർത്തം വരും. അങ്ങനെ ബ്ലോട്ടഡപ്പ് ആവുന്നത് നമ്മുടെ സാലറി സിസ്റ്റത്തിന് നല്ലതല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം സൈൻ ചെയ്ത എംബോമയ്ക്ക് ആയിക്കോട്ടെ എനിക്കൊന്ന് 150K പെർ വീക്കാണ്, കുഞ്ഞയ്ക്ക് 160K പെർ വീക്കാണെന്ന് തോന്നുന്നു, ഷെഷ്കോയ്ക്ക് എനിക്ക് തോന്നുന്നു 170-180K പെർ വീക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഒഫീഷ്യൽ അല്ല. അപ്പം അതൊക്കെ നോക്കുമ്പോഴാണ് ഡൊണ്ണറുമ വരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കാര്യം എനിക്ക് ഡൗട്ട്. കാര്യം ഡൊണ്ണറുമയ്ക്ക് വേജ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി, ഒരു എസൻസ് കിട്ടാൻ വേണ്ടി ഡിഹയുടെ കാര്യം ഇഷ്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഹ ഭയങ്കര 300K പെർ വീക്ക് കണ്ടായിരുന്നു ഡിഹയുടെ സാലറി. അത് ഭയങ്കര കൂടുതലായിരുന്നു. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ അലിസൺ ബെക്കറിൻ്റെ സാലറി 150K ആണ്.
150K per വീക്കാണ്. അലിസൺ ബെക്കർ എന്ന് പറയുന്നത് ഡിഹേനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയല്ല, പക്ഷേ അലിസൺ ബെക്കർ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആയിട്ട് 7-8 കൊല്ലമായിട്ട് ലിവർപൂളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. എന്നിട്ടും ഇപ്പോഴും അയാളുടെ സാലറി 150K എത്തിയിട്ടേ ഉള്ളൂ, അതും ഗോൾ കീപ്പറിനുള്ള സാലറിയാണ്. സോ നമ്മൾ ഇതിലൊക്കെ കുറച്ച് ചവിട്ടണം, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇനിയോസ് ചെയ്യുന്നുണ്ട്. സ്പോർട്ടിംഗ് സ്ട്രക്ചർ തന്നെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ നല്ല റീസൺസ് ആണ്. ആൻഡ് എന്താ പറയുക, ഐസിങ് കേക്കിന് മേലെ ഉള്ളൊരു ചെറി എന്നൊക്കെ പറയുന്ന രീതിയിൽ ബലേബേനെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. ബലേബ എന്ന് പറയുന്ന ഒരു അൺറിയലിസ്റ്റിക് ടാർഗറ്റാണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ബ്രൈറ്റൺ എങ്ങനെ പോയാലും ഒരു 105 മില്യൺ 120 മില്യൻ്റെ അടുത്തൊക്കെ ചോദിക്കും. അത് നമുക്കിപ്പോൾ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഗർനാച്ചോൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്, നമ്മൾ പ്രൈസ് ടാഗ് 50 മില്യൺ ഇട്ടിട്ടുണ്ട്. കാര്യം മടുവയ്ക്ക് 55 മില്യണിലെ വൈ നോട്ട് ഗർനാച്ചോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഗർനാച്ചോന് ചെൽസി മതി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അത് എത്രത്തോളം നീളുന്നു അത്ര നമുക്ക് പ്രശ്നമാവാനാണ് സാധ്യത. ചെൽസി വന്നിട്ട് 30-40 ഒക്കെ ആദ്യം ഇങ്ങനെ ബിഡൊക്കെ ഇട്ട് നമ്മൾ റിജക്ട് ചെയ്ത് പോകേണ്ടി വരും. സോ എനിക്ക് തോന്നുന്നു ഗർനാച്ചോയ്ക്ക് ഒരു 15. പിന്നെ ഹോയ്ലൻഡിൻ്റെ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. ഇപ്പം ഷെഷ്കോയും കൂടെ വന്ന സ്ഥിതിക്ക് ഹോയ്ലൻഡ് ചിലപ്പം ലോണിൽ എവിടെയെങ്കിലും പോയേക്കാം. അതിൻ്റെ കാര്യം തീരുമാനമില്ല. അപ്പം കുറച്ചുകൂടെ പ്ലെയർ സൈൻസ്, ഇപ്പോൾ സാൻജോയുടെയും കൂടെ ഒന്ന് ഡണ്ണായി, സാൻജോ ആൻ്റണിയൊക്കെ കൂടെ ഡണ്ണായി കഴിഞ്ഞാൽ ബലേബയുടെ കാര്യം എനിക്കറിയില്ല, നടത്തുമെന്ന് അറിയില്ല. ബിക്കോസ് നമ്മുടെ പകുതി പ്ലെയേഴ്സും ലോണിലായിരിക്കും പോകുന്നത്, വിൽക്കാൻ പറ്റുന്നില്ല ആരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബലേബേനെ പോയി അന്വേഷിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാര്യം നമുക്കൊരു സെൻട്രൽ മിഡ് ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ ഒരു എൻക്വയറി നടത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയോസ് ആർ ഡൂയിങ് ഗുഡ്. ഇനി ഒരു ഗോൾ കീപ്പറും ഒരു CM-ഉം വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൊണ്ണറുമേൻ്റെ കാര്യം എനിക്കറിയില്ല, നേരത്തെ പറഞ്ഞ ഇഷ്യൂസാണ് കാരണം. ബട്ട് വി ആർ ആക്ടിങ് ലൈക്ക് എ പ്രോപ്പർ ബിഗ് ക്ലബ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് എന്താ പറയുക, ഹിസ്റ്ററി ക്ലബ് എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും ഹിസ്റ്ററി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് റൈവൽസിനെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇംഗ്ലണ്ടിലെ വലിയ ക്ലബ്ബുകൾക്ക്, അതും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലയെന്ന് മാത്രമല്ല, നമ്മുടെ വേജ് സ്ട്രക്ചറിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ആർക്കും മറ്റേ മോഹവിലയൊന്നും കൊടുത്തൊന്നും അല്ല കൊണ്ടുവരുന്നത്. അവർക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവർ UCL ക്ലബ്ബുകളെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള ബ്രാൻഡ് കൊണ്ടാണ്. അത് ആസ് എ ഫാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഷെഷ്കോ ഹിറ്റാവോ ഇല്ല എന്നൊക്കെ നമുക്ക് വഴി തന്നെ കാണാം. ബട്ട് ഐ എം എക്സൈറ്റഡ് ഫോർ ദ ഫ്രണ്ട് ലൈൻ ഒരു അഴിച്ചുപണി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിഡും ഗോൾ കീപ്പർ ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഔട്ട് ഗോയിങ്സ് കൃത്യമായി നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ബിക്കോസ് ഔട്ട് ഗോയിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. നമ്മൾ 2 പ്രീ സീസൺ കവർ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കവർ ചെയ്യാത്തത്. പക്ഷേ നല്ല കളിയായിരുന്നു. ബേൺമത്തിൻ്റെ കൂടെയൊക്കെ എങ്ങാണ്ടോ കളി 4-1 4-0 ജയിച്ച കളിയിൽ എംബൂമോ ഇല്ലയെന്ന് കണ്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയതാണ്. അത് നഷ്ടമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത കളി എംബൂമോ നൈസായിട്ട് കളിച്ചു എന്ന് കേട്ടു, ഞാൻ ഹൈലൈറ്റ്സേ കണ്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് കവർ ചെയ്യാത്തതാണ്. ഇതിപ്പം നമ്മുടെ ഞായറാഴ്ച ഫ്യൂറൻറ്റീനയായിട്ട് ഡിഹേ തിരിച്ചു വരുന്നുണ്ട്. ബട്ട് ഡിഹയുടെ ടീമായിട്ടൊരു കളിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സീസണിലോട്ട് ജമ്പ് ചെയ്യാണ്. ആഴ്സണൽ ആയിട്ടാണ് കളി ഫസ്റ്റ്. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.